ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളെ മേക്കപ്പ് ചെയ്യാനായിട്ട് പെരിന്തൽമണ്ണയിൽ എന്നെ മേക്കപ്പ് ചെയ്യാൻ ചേച്ചി ആരായിരുന്നു വരുമോ? നമ്മൾ സിജുചേട്ടൻ്റെ എൻഗേജ്മെൻറ്റിന് പോവാം കേട്ടോ. എത്ര മണി? ഇപ്പം 4 മണി ചേച്ചി. 4:30 എൻ്റെ ഉറക്കമൊക്കെ കളഞ്ഞ് ചേച്ചി ഉറക്കമൊക്കെ പോയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണം. ഇവർ പെരിന്തൽമണ്ണയിൽ ഇതിന് മേക്കപ്പ് ചെയ്യാൻ വന്നേക്കാണ്. ചേച്ചി ഇൻസ്റ്റയിൽ ഒന്ന് പറയുമോ? മേക്കപ്പ് ബൈ. ഓക്കെ ചേച്ചി, കുഞ്ഞ് മേക്കപ്പ് ഒക്കെ ചെയ്ത് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താ നമ്മൾ വീട്ടിലുണ്ടോ എന്നാണ് അവർ ഫുള്ള് ചേച്ചിമാർ സെറ്റ് ചെയ്യാണ്. വീട്ടിൽ അത്ര സൗകര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ക്ഷമിക്കണം. നമ്മൾ പുതിയ വീടൊക്കെ ആയിട്ട് അടുത്ത മേക്കപ്പിന് വിളിക്കുന്നതായിരിക്കും. അമ്മ ഫുള്ള് ഇതായൊക്കെ കൊണ്ടുകൊടുക്കുക റെഡിയാക്കി വെച്ചേക്കാൻ കേട്ടോ. രാവിലെ തന്നെ 4:30 ആയിട്ടുള്ളൂ. അപ്പോൾ മേക്കപ്പൊക്കെ ഒന്ന് ചെയ്യട്ടെ. ചേച്ചിയുടെ ഫസ്റ്റ് മേക്കപ്പാണ്. ചേച്ചി എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിരുന്നു, മന്ദരം മേക്കപ്പ് ഉണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യണമെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ ചെയ്ത് തരാം. ഞാൻ ചേച്ചി നമ്മളിപ്പോൾ നോർമലി എല്ലാവരും പറയാറുണ്ടല്ലോ, അതുപോലെ പറയാമെന്ന് വെച്ചു. പക്ഷേ പെരിന്തൽമണ്ണയിൽ നിന്ന് രാവിലെ തന്നെ വരണമെന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ ചേച്ചിയുടെ ഡെഡിക്കേഷൻ നിങ്ങൾ ആലോചിക്കണം ഗൈസ്. അപ്പോൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പ്രൊഫൈൽ കണ്ടിരുന്നു, ഞാൻ നോക്കിയിട്ട് ഞാൻ വിളിച്ചതല്ലേ. കണ്ട് ഞാൻ ഇങ്ങനെ മേക്കപ്പിൻ്റെ ആൾക്കാർ നമ്മൾ കുറേ പേരുണ്ടല്ലോ, കുറേ പേര് മേക്കപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് എന്താ അവസ്ഥ എന്നറിയില്ല. ഞാൻ ചേച്ചിയുടെ പ്രൊഫൈലൊക്കെ കണ്ടപ്പോൾ അത്യാവശ്യം നല്ല മേക്കപ്പൊക്കെ ചെയ്യുന്ന ചേച്ചിയാണ്, അത്യാവശ്യം റീച്ചും ഉണ്ട്. അപ്പോൾ നമുക്ക് മോയിനുക്കയുടെ ഭാര്യന് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? മോയിനുക്കല്ലേ? അയ്യോ ആ ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ആ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ കണ്ടിരുന്ന ഒരു വീഡിയോസ്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് പകുതി ആയിട്ടുണ്ട്. പകുതി അല്ല ആയിട്ടുള്ളൂ. സെറ്റാണോ ചേച്ചി? ക്യാമറയിലൊക്കെ നോക്കിയിട്ട് സെറ്റാണോ നോക്കാം കേട്ടോ. അപ്പോൾ ഫുൾ എൻ്റെ ഔട്ട്ഫിറ്റ് അടക്കമുള്ളത് ഞാൻ ഇനി കാണിക്കാം. അതെ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നു രണ്ടാളും. അങ്ങനെ നമ്മുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. എൻ്റെ ഔട്ട്ഫിറ്റും മേക്കപ്പും എല്ലാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കാണാൻ. തന്നെ ഞാൻ തന്നെ പറയാൻ ഇല്ല ചേച്ചി, ഭംഗിയില്ലേ? ഓ നന്നായി. പിന്നെ എന്താ ചേച്ചിയാണ് കേട്ടോ മേക്കപ്പ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. മേക്കപ്പ് ചെയ്ത ആൾക്കാരെയൊക്കെ എന്നെ മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ സുന്ദരിയാക്കിയത് ചേച്ചിയാണ് കേട്ടോ. ചേച്ചിയുടെ പാർലർ കറക്റ്റ് ഒന്ന് പറഞ്ഞു. പാർലറാണോ അതെങ്ങനെയാണ്? ഫ്രീലാൻസ് ആണ് മെയിൻ ചെയ്യുന്നത് കേട്ടോ. ആണല്ലേ? എവിടെയത് വരണേ? ഞാൻ പെരിന്തൽമണ്ണ വരുന്നത്. പെരിന്തൽമണ്ണ. ഇതും നമ്മുടെ അസിസ്റ്റന്റ് ചേച്ചി. ഹായ് പറയോ? അപ്പോൾ ഇനി അതെ, ഇത് നമ്മളിപ്പോൾ സിജോച്ചേൻ്റെ എൻഗേജ്മെന്റ് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇനിയിപ്പോൾ 4.5 മണിക്കൂർ ഇവിടെ നിന്ന് ട്രാവലിംഗ് ഉണ്ട്. കോട്ടയത്താണ് വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയൊക്കെ അവിടെ പോയിട്ട് കാണാം. ബൈ. അങ്ങനെ നമ്മൾ സിജോച്ചേൻ്റെ എൻഗേജ്മെന്റിന് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇതാ പുറപ്പെടുകയാണ്. നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ളൂ. ഇനിയിപ്പോൾ 4.5 മണിക്കൂർ നിന്നാണ് അല്ലേ? 4 മണിക്കൂറില്ലേ? 4.5 മണിക്കൂറില്ലേ? അതെ ഉണ്ട്, 4.5 മണിക്കൂറുണ്ട്. വ്ളോഗിൽ കാണിക്കേണ്ടെന്ന് ഈ ചേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തട്ടോ. ആള് എൻ്റെ വ്ളോഗിൽ ചിലപ്പോൾ ആള് വൈറലായാലോ. ഋത്തിക് റോഷനാ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷമൊക്കെ നമുക്ക് സിജു ചേട്ടൻ്റെ അവിടെ പോയിട്ട് കാണിക്കാം. ഓക്കെ ഞാനും വ്ളോഗ് എടുക്കുന്നുണ്ട്. ഒരാൾ നടന്നു വരുന്നുണ്ട്. ഹായ് നമ്മുടെ എന്റെ ചേട്ടന്റെ ഒരു ചേട്ടൻ രണ്ടുപേരും എന്ന് എൻഗേജ്ഡായി പുതിയൊരു കമ്മിറ്റ്മെന്റിലേക്ക് നടക്കുകയാണ്. സിജോ ചേട്ടൻ എന്നെ ഞെട്ടി നോക്കട്ടെ. ബിക്കോസ് സിജോ ചേട്ടൻ എന്നെ കൊച്ചിനെ മുതൽ അറിയാവുന്നതാണ്. ഇവർക്ക് രണ്ടുപേർക്കും തിരുസഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ മാതൃകയായി നമുക്ക് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ആശംസിച്ചുകൊണ്ട് ഇവരെ രണ്ടുപേരെയും അധികം ചുണ്ട് കൂർപ്പിക്കണ്ട, തൊണ്ട ഫുള്ള് പോവും. നിങ്ങളെയോ? സിജോയുടെ പപ്പ സക്കറിയ ആന്റണി, he is a businessman, and mother Neela ഇവരുടെ ജീവിതത്തിൽ എന്നും പ്രകാശമായി നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലവ് ലൈറ്റിംഗ് സെറമണിക്കായി നമ്മുടെ ബ്യൂട്ടിഫുൾ കപ്പിൾ പരസ്പരം അവരുടെ പ്രണയത്തിന്റെ മധുരം
റിക്വസ്റ്റ് ഉണ്ട്. ഇവരെ അധികം നേരം ഒന്നും സ്റ്റേജിൽ നിർത്തരുത്. ഇപ്പൊ തന്നെ അവർ ഓൾമോസ്റ്റ് ബിക്കോസ് പോകുന്നതിന് മുമ്പ് നമുക്ക് യൂട്യൂബ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പക്ഷെ അതൊരു ഒഫീഷ്യൽ ആണല്ല, ഭയങ്കര ഒഫീഷ്യൽ സാധനങ്ങളാണ്. പക്ഷേ ബിക്കോസ് ഒരു ബ്രദർ എന്ന് പറയുന്നത് സിജോ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചില ഫ്രണ്ട്സ് കാണും, ഏത് ടൈമിൽ നമുക്ക് വിളിക്കാം, എന്തും സംസാരിക്കാം. ആ ഒരു ഭയങ്കര ഭയമാണ് സിജോയിലേക്ക്. സോ അതിപ്പോൾ മെയിൻ ചെയ്യാൻ സോ അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അവിടെ ഇരിക്കോ? അങ്ങനെ അതാ ഫുഡൊക്കെ കഴിക്കാനെത്തി. ഇതാ സിബിൻ ചേട്ടനും സായി ചേട്ടനും ദിയ ചേച്ചിയും സ്നേഹ ചേച്ചി രതീഷ് ചേട്ടനും എല്ലാവരും ഉണ്ട്. ഈ സിബിൻ ചേട്ടനും സായി ചേട്ടനും എൻ്റെ പ്ലേറ്റിൽ നിർത്തിയിട്ടാണ് കഴിക്കേണ്ടായിരുന്നത് സാധനങ്ങൾ. എനിക്ക് കഴിക്കാൻ സമ്മതിച്ചില്ല എന്നെ. അപ്പോ നമ്മള് സിജോ ചേട്ടന്റെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ എൻഗേജ്മെന്റ് സിജോ ചേട്ടന്റെ കഴിഞ്ഞു. അപ്പൊ എല്ലാവരും എന്റെ ചാനൽ സിജോ ചേട്ടൻ നമ്മുടെ സിജോ ചേട്ടന്റെ എൻഗേജ്മെന്റ്. അപ്പൊ അഭിലാഷ് ചേട്ടൻ വയറൊക്കെ ഫുട്ടേജ് വയറൊക്കെ ഇതാണ് ഇന്നലെ എന്റെ മഞ്ഞസാല എടുത്ത് ഫോട്ടോ എടുത്ത ചേട്ടൻ. ഓക്കെ, ചേട്ടൻ വരുന്നായിരുന്നു ചാനലിന്റെ ഭൈരവ് കണ്ടോ? ഈ ചേട്ടന്റെ ചാനൽ എല്ലാവരും കയറി നോക്കിയോളൂ. സുന്ദരിയായ എന്റെ ഒരു ഫോട്ടോ ഉണ്ട്. നമ്മുടെ സിബിൻ ചേട്ടൻ അവിടെ കിടന്നിട്ട് ഇങ്ങനെ എഴുതുന്നുണ്ട്. എന്താ കാണിക്കുന്നത് നമുക്കൊന്നും അറിയുന്നില്ല ഗൈസ്. അപ്പോൾ എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക. ബൈ.